എണീക്കുന്നു. നീ സുബൈക്ക് എണീക്കലുണ്ടാ? എത്ര മണിക്ക് എണീക്കല്? സുബൈ ബാക്കിയാകുമ്പോഴാണോ അതനുസരിച്ച് എണീക്കും. ചിലപ്പോ 4:30 എണീക്കും. അല്ല അങ്ങനല്ല, സുബൈക്ക് മുമ്പ് തഹജ്ജുദിന്റെ മുമ്പ് എണീക്കലുണ്ടോ? തഹജ്ജുദിന് മുമ്പ് ചില സമയത്ത് എണീക്കുന്ന സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കും, ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ ആണെങ്കിൽ. അതായത് നമ്മളിപ്പോ 5:30 നിസ്കാരാണെങ്കിൽ നമ്മള് 4:30 വിളിക്കൂ. അതും 4:30 വിളിക്കുന്നത് എങ്ങനെയാ? ഓക്കെ മോനെ എണീക്കുന്ന പറഞ്ഞാല് വിളിപ്പിക്കുക. ഫസ്റ്റ് തന്നെ ചൂരലിനെ കൊണ്ട് അവർ അടിയാ. അതാണ് അലാറം. അതാണ് അലാറം, ഉസ്താദിന്റെ അലാറം നമുക്ക്. പക്ഷെ എനക്കെന്നെ തോന്നിയിട്ടുണ്ട് 2-3 കയറി മൂക്കിനങ്ങ് കൊടുത്താലോ നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഉസ്താദായോണ്ട് നമ്മളൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ഇൻ ട്രൂത്ത്, റിയാലിറ്റി, ഒരു സത്യാവസ്ഥ പറയട്ടെ, ഓൾമോസ്റ്റ് ദർസുകളിലും ഒരു ബെല്ല് സമ്പ്രദായം ഉണ്ടാവും. അതായത് ഉസ്താദ് ബെല്ലടിക്കും സുബീന്റെ സമയമാകുമ്പോൾ, അപ്പോൾ ഏകദേശം കുറച്ച് ആൾക്കാരൊക്കെ എഴുന്നേൽക്കും. പിന്നെയും എഴുന്നേൽക്കാത്ത പോലെ ഉസ്താദ് സീനിയർ വിദ്യാർത്ഥികളെ പറഞ്ഞയച്ചിട്ട് അങ്ങനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കും. അപ്പോഴും കുറച്ച് ആൾക്കാർ എഴുന്നേൽക്കും. പിന്നെയും കുറച്ച് ആൾക്കാരുണ്ടാവും, ഒരു 5 മിനിറ്റ് കിടക്കട്ടെ, കുറച്ചും പാടെ, എന്താ തണുപ്പ്, നല്ല സുഖം, കുറച്ചേരം പാടെ ഉറങ്ങട്ടെ. അങ്ങനത്തെ പോലെ മൂട്ടക്ക് ഉസ്താദ് വന്നിട്ട് 2 അടി അടിക്കും. ശരി തന്നെയാണ്. അപ്പോൾ അതുപോലെ ഉസ്താദിന്റെ മമ്മൂനെ സുബീക്ക് എഴുന്നേൽക്കാത്തതുകൊണ്ട് ചിലപ്പോൾ നല്ല സ്ട്രോങ്ങിൽ 2 അടി കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അത് പറയാനല്ല ഞാൻ വന്നത്. അമ്മ സൂചിപ്പിച്ച തഹജ്ജുദ് നിസ്കാരം ഉണ്ടല്ലോ മക്കളെ, നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണോ, ആ 2 റക്അത്ത് നിങ്ങൾ നിസ്കരിച്ചോ, നിങ്ങൾ വിജയിക്കും. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താ അറിയോ? ലോകത്തുള്ള ഓൾമോസ്റ്റ് പടച്ചോന്റെ എല്ലാ പടപ്പോളും മെജോറിറ്റി ഭൂരിപക്ഷവും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് വുളൂ ചെയ്തിട്ട് ആ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചാൽ പടച്ചോന് തരുന്ന് പറഞ്ഞത് ജീവിതത്തിൽ ഒരു കളവും പറയാത്ത മുത്തുനബിയാണ്. മുത്തുനബി പറഞ്ഞു എന്ന് മാത്രമല്ല, സ്വന്തം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പതിവാക്കിയ മുടക്കില്ലാതെ നിസ്കരിച്ച സുന്നത്ത് നിസ്കാരമാണ് ഈ 2 റക്അത്തുള്ള തഹജ്ജുദ് നിസ്കാരം. നമുക്കൊക്കെ കുറേ ടെൻഷൻസ് ഉണ്ടാവൂലേ, മല പോലെ കടള്ള ആൾക്കാരുണ്ടാവും, വീട് പണി ശരിയാവാത്ത ആൾക്കാരുണ്ടാവും, കല്യാണം ശരിയാവാത്ത ആൾക്കാരുണ്ടാവും, ഒരുപാട് ടെൻഷൻസ്, ദുഃഖവും വിഷമങ്ങൾ കാരണം ജീവിതം ഒരു ഹാപ്പിനെസ്സിൽ പോവാത്ത കുറേ ആൾക്കാരുണ്ടാവും. ഇതൊക്കെ നമ്മൾ കുറെ ആൾക്കാരോട് ഷെയർ ചെയ്തിട്ടും ഒരു പരിഹാരം കിട്ടണില്ലേ? എന്നാ നിസ്കരിക്ക്. അവിടെ സുബീക്ക് നീച്ചിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചോ. നിന്റെ പരിഹാരത്തിനുള്ള മെഡിസിൻ ആണ് ഈ 2 റക്അത്തുള്ള തഹജ്ജുദ് നിസ്കാരം. ഈ നിസ്കാരത്തിന്റെ സമയം എപ്പോഴാ വെച്ചാൽ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടൊന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് ഫജ്ർ എത്തണ വരെ, അതായത് സുബഹിന്റെ സമയം ആവണ വരെ ഇതിന്റെ സമയമുണ്ട്. ഏറ്റവും ഇത് നിസ്കരിക്കാൻ പറ്റിയ നല്ല സമയം ഏതാണെന്നുള്ളിൽ പണ്ഡിതന്മാരിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാലും ജുംഹൂർ പണ്ഡിതന്മാരും ഓൾമോസ്റ്റ് പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് ലാസ്റ്റ് 3rd ഓഫ് നൈറ്റ്, രാത്രിയുടെ അവസാനത്തെ 1/3 ഭാഗം, അതായത് ഏകദേശം സുബി അടുക്കുന്നതിന്റെ ഏകദേശം ഒരു 1.5 മണിക്കൂർ മുമ്പ്. അപ്പോൾ ഇന്ന് മുതൽ ഒരു പ്രതിജ്ഞ എടുക്കുക, എനിക്ക് സാധിക്കും, എന്റെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഈ 2 റക്അത്ത് ഞാൻ നിസ്കരിക്കും. കാരണം ഒരുപാട് നേട്ടങ്ങളാണ്. ചെയ്ത പാപങ്ങള് മലകൂഭാരം പോലെ ചെയ്തു കൂട്ടിയ നമ്മുടെ ദോഷങ്ങൾ പടച്ച റബ്ബ് പൊരുത്തപ്പെട്ടു തരും. നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഏറ്റവും നിറവേറാൻ സാധ്യതയുള്ള സമയം. അതുപോലെ നരകാവകാശി ആകുന്നതിൽ നിന്ന് വരെ അവനെ രക്ഷിക്കാൻ ഈ തഹജ്ജുദ് നിസ്കാരത്തിന് സാധിക്കുമെന്ന് വരെ ഹദീസുകളിൽ കാണപ്പെടുന്നു. അതുകൊണ്ട് പതിവാക്കുക. നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.